വാർത്തകൾ നോക്കാം. കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനറുകൾ നീക്കണമെന്ന് ഗവർണർ. സർവകലാശാല വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ സെക്രട്ടറിക്ക് ഗവർണർ നിർദ്ദേശം നൽകി. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനാണെന്ന് ഗവർണർ ചോദിച്ചു. ക്യാമ്പസിലെ ബാനറുകൾ പോലീസ് നീക്കം ചെയ്യില്ല. നീക്കം ചെയ്യേണ്ടത് സർവകലാശാല അധികൃതരാണെന്ന നിലപാടിലാണ് പോലീസ്. വിവരങ്ങളുമായി അഷ്കർ അലിയാണ് ചേരുന്നത്. അഷ്കർ, ഗവർണർ പുറത്തേക്ക് അപ്രതീക്ഷിതമായി ഇറങ്ങുന്നു. തുടർന്ന് ബാനറുകൾ നീക്കം ചെയ്യാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നു. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി? ഈ പോലീസ് എന്താണ് വിശദീകരണം നൽകുന്നത്? നിമേഷ്, ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് വെച്ച് നടന്ന ഒരു സ്വകാര്യ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്ന് വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ എത്തുന്നത്. ഗവർണറുടെ വാഹനം വ്യൂഹം നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു. അതിൽ എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഗവർണർ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ക്യാമ്പസിലേക്ക് പോകുന്ന ഈ പ്രധാന പാതയിലേക്ക്, ക്യാമ്പസിനകത്തേക്ക് പോകുന്ന പ്രധാന പാതയിലേക്ക് വരുന്നത്. ഈ പാതയിലെത്തിയ ശേഷമാണ് ഇവിടെ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചതിനെതിരെ രോഷാകുലനായിക്കൊണ്ട് തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഗവർണർ എത്തിയത് രാത്രി സമയത്തായതുകൊണ്ട് തന്നെ പ്ലക്കാർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സംഘി ചാൻസലർ വാപ്പസ് ജാओ, ഗവർണർ ഗോ ബാക്ക്, അതുപോലെ തന്നെ ഗവർണർ നോട്ട് വെൽക്കം എന്നുൾപ്പെടെയുള്ള വ്യത്യസ്ത കണ്ടന്റ് ഉൾപ്പെടുത്തി ഗവർണറെ വിമർശിക്കുന്ന ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളുള്ള SFI സ്ഥാപിച്ച കറുത്ത ബാനറുകൾ ഉണ്ടായിരുന്നു. ഈ ബാനറുകൾ നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്തെത്തിയ അദ്ദേഹം ഈ ബാനറുകളൊക്കെ തന്നെ നടന്ന് കാണുകയും എന്നിട്ട് രാജ്ഭവൻ സെക്രട്ടറിക്ക് നേരെ ഫോൺ വിളിക്കുകയും ചെയ്തു. ഫോൺ വിളിച്ചുകൊണ്ട് വൈസ് ചാൻസലറിനോട് വിശദീകരണം ആവശ്യപ്പെടാനാണ് ഇപ്പോൾ രാജ്ഭവൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നീക്കം ചെയ്യാത്തതെന്ന് ഗവർണർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ തങ്ങൾക്കത് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പറയുന്നത് ക്യാമ്പസിനകത്തുള്ള ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം, ഇല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അത് വൈസ് ചാൻസലർക്കാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ സ്വമേധ നടപടി സ്വീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത്. രാജ്ഭവന്റെ ഇല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ കൃത്യമായ ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ മാത്രമേ പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ ബാനറുകൾ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നുള്ളതാണ്. ഈ പുറത്തിറങ്ങിയ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ പോലും ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഗവർണർ തൻ്റെ പരാമർശം. നേരത്തെ തന്നെ SFI പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് ഗവർണർ വിളിച്ചിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ക്രിമിനൽസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ ബാനറുകൾ സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നിമേഷ്, അഷ്കർ, ഇതിൽ ഇപ്പോൾ സർവകലാശാല അധികൃതരാണ് ഒരു നിലപാട് എടുക്കേണ്ടത്. നാളെ ആയിരിക്കും ഇനി പ്രവൃത്തി ദിവസം വരിക. അപ്പോൾ നാളെ മാത്രമായിരിക്കുമോ ഈ ബാനർ അവിടെ നിന്നും മാറ്റാനുള്ള സാഹചര്യം? മറ്റൊന്ന്, ഇന്ന് സമരത്തിന് അവധി നൽകുകയാണ് SFI. അപ്പോൾ സുരക്ഷ ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത്? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ വിന്യാസമുള്ളത്? നിമേഷ്, ജില്ലയിലുടനീളം തന്നെ ഗവർണറുടെ ഗവർണർ പോകുന്ന മേഖലകളടക്കം തന്നെ വലിയൊരു പോലീസ് സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. ക്യാമ്പസിനകത്തേക്കടക്കം പോലീസിനെ കടത്തിവിടുന്നതിൽ കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. വിദ്യാർത്ഥികളൊക്കെ തന്നെ മറ്റു വഴികളിലൂടെയാണ് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നിലവിൽ പോലീസ് അനുമതി നൽകുന്നത്. ശക്തമായൊരു പോലീസ് സാന്നിധ്യം മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഏകദേശം 20ഓളം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് ഏകദേശം 800ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ സുരക്ഷയ്ക്കായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് സുരക്ഷാ സംവിധാനം ഇപ്പോഴും ശക്തമായി തുടരുക ചെയ്യുന്നുണ്ട്. പ്രതിഷേധം ഇന്ന് ഒഴിവാക്കിയെന്ന് SFI പറയുമ്പോൾ പോലും നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ബാനറുകൾ പോലീസുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് SFI നേതാക്കൾ പറയുന്നത്. അങ്ങനെ പോലീസ് ഇടപെട്ടുകൊണ്ടോ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ബാനറുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് പക്ഷേ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ബാനറുകൾ നീക്കം ചെയ്താൽ തങ്ങൾ കൂടുതൽ ബാനറുകൾ ക്യാമ്പസിൽ സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ SFI നേതാക്കൾ നമ്മളോട് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനി ഈ ബാനറുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പക്ഷേ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വൈസ് ചാൻസലർ അടക്കം അത്തരമൊരു അനുമതി നൽകുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. കാരണം ഈ ബാനറുകൾക്ക് പുറമെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി കൊടികളും തോരണങ്ങളും ഒക്കെ തന്നെ ഈ ക്യാമ്പസിനകത്തുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും 1-2 പ്ലക്കാർഡുകൾ മാത്രം എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ നീക്കം ചെയ്യുകയാണെങ്കിൽ പോലും അത് വീണ്ടും SFIയും പോലീസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക്
ജാഗ്രതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ ഗവർണർ തുടരുന്നത്. നിമേഷ്. അഷ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനറുകൾ നീക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. ചാൻസലർ ഗോ ബാക്ക് എന്നടക്കമുള്ള ബാനറുകൾ നീക്കം ചെയ്യണമെന്നാണ് വൈസ് ചാൻസലറോട് ഇപ്പോൾ വിശദീകരണം തേടാൻ രാജ്ഭവൻ സെക്രട്ടറി തന്നെ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ മറുപടി പറയേണ്ടത് പോലീസല്ല, ഇത് നീക്കം ചെയ്യേണ്ടത് സർവകലാശാല അധികൃതരാണെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് സർവകലാശാലയിൽ ഉടനീളം.